അപ്പം ബാക്കിയുള്ള ആർട്സിനെ കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ എനിക്ക് ഒരു ആർട്സ്. അപ്പോൾ ആർട്സ് എന്താണെന്നില്ല, ആസ്ട്രോ ടോക്കിൻ്റെ ഒരു ആർട്സ് ആണ് ഞാൻ എൻ്റെ ഫോണിൽ കണ്ടത്. അപ്പം ആസ്ട്രോ ടോക്കിൻ്റെ ആഡ്സ് ആണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആപ്പ്. എങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് നീ ഇപ്പം നേരിടുന്നുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആണ്, പൈസ വരുന്നുണ്ട് പക്ഷെ നിന്റെ കയ്യിൽ നിൽക്കുന്നില്ല. അങ്ങനെ എൻ്റെ പ്രോബ്ലംസ് ഇസഡും ആസ്ട്രോ ടോക്ക് പറഞ്ഞു തന്നു. വാവ്, ആസ്ട്രോ ടോക്ക് A to Z പറഞ്ഞു തന്നു. വാവ്, ഇറ്റ് വണ്ടർഫുൾ ഫാന്റാസ്റ്റിക് തിരുമറി ഈസ് ദാറ്റ്. ഇത് ആരാന്ന് അറിയോ നോക്കണേ. നമ്മുടെ ഡെയിലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്ന ആസ്ട്രോ ടോക്കിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള പുനീത് ഗുപ്തയാണ്. അയാളുടെ സ്റ്റോറി ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ അയാളുടെ ലിങ്ക്ഡിൻ പോയി നോക്കിയപ്പോൾ അവിടുന്ന് ഒരു വെറുതെ പറയണല്ലോ, അവിടുന്ന് വായിച്ചൊരു സാധനമാണ്. ഇയാളൊരു മിഡിൽ ക്ലാസ് ബോയ് ആണ്. ഞാൻ ഇന്ന് ആസ്ട്രോ ടോക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഡെയിലി ഞാൻ ഇതിന്റെ ആഡ് കാണാറുണ്ട്. അപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ട്രൈ ചെയ്ത് നോക്കാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തപ്പോൾ നമുക്ക് 2 മിനിറ്റ് മാത്രമാണ് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഈ 2 മിനിറ്റുള്ള എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാണിച്ചു തരാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊക്കെ അനാമിക വിഷ്ണുവിനെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ കാണുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ അനാമിക വിഷ്ണു എന്ന് പറയുന്നവർ ഒരു അനാഥ മന്ദിരം, വൃദ്ധസദനമൊക്കെ നടത്തി അവരവിടെ സന്തോഷമായിട്ട് ജീവിക്കെ അവരുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ നടന്ന് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിനെ ചൊല്ലിയും ഒരുപാട് തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു. ഈ തർക്കങ്ങളൊക്കെ ഒരു രീതിക്ക് അടിച്ചൊതുക്കി സെറ്റപ്പാക്കി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആഹാ ദാണ്ട് കിടക്കുന്ന പുതിയൊരു വീഡിയോ തോം. ആ വീഡിയോയിലെ പ്രധാന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക, ഷെയർ അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. അൺസബ്സ്ക്രൈബ് മാത്രം ചെയ്യില്ല. അപ്പം നമുക്ക് നേരെ അനാമികയുടെ വീഡിയോയിലേക്ക് പോകാം. അനാമികയ്ക്ക് ഒരു കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ, കുഞ്ഞിനെ താലോലിക്കാൻ തക്കുട് വാവ മൊത്തം മണിയെന്ന് കൊഞ്ചിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അനാമിക ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടാലോ? പ്രമോഷൻ വീഡിയോയാ. പ്രമോഷനോ? ആസ്ട്രോ ടോക്ക് അപ്പ് കേൾക്കാം. പറയുമ്പോൾ നമ്മുടെ ഉണ്ണിമോളുടെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി ചോദിച്ചിട്ട് കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഈയിടെ കൊണ്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ ഉണ്ണിമോളുടെ ഓരോ ഡെവലപ്മെന്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന്റെ താഴെ വരുന്ന കുറച്ച് കമന്റ്സ് ആണ്. പിന്നെ നമ്മൾ 1-2 പേര് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, ഡോക്ടർ എന്ത് പറഞ്ഞു, ഉണ്ണിമോളുടെ ഹെൽത്ത് ഇപ്പം എങ്ങനെയാണോ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഉണ്ണിമോളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അവർക്ക് ഇതൊരു അവരുടെ നെഞ്ചത്തിട്ട് തന്നെ ചവിട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചില്ലയോ? ഉണ്ണിമോളെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഉണ്ണിമോളുടെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉണ്ണിമോൾക്ക് സുഖമാണോ, ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ണിമോളെ കുറിച്ച് തിരക്കുന്നു. എന്നാൽ അവന്മാർക്ക് ഇട്ടിരിക്കട്ടെ, അവന്മാരുടെ പൈസ പോട്ട് പുല്ലന്മാർ, അവന്മാർ ഉണ്ണിമോളെ കുറിച്ച് തിരക്കുന്നു. അതായിരുന്നു സെറ്റപ്പ്. അല്ല, നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ അവരെ ദ്രോഹിക്കുന്നൊരു പ്രൊമോഷൻ ചെയ്യുന്നത് അത് ശരിയാണോ? പ്രൊമോഷൻ ചെയ്യുന്ന ഒരിക്കലും ഒരു തെറ്റല്ല. നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്ന മറ്റൊരു സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടിരിക്കുമല്ലോ പ്രൊമോട്ട് ചെയ്യുക. നാട്ടുകാർക്ക് ഗുണമുണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുക. ശരിക്കും ഹൃദയത്തിൽ തൊട്ട് പറയാമോ ഇതൊരു ജെന്യൂൻ സാധനമാണെന്ന്? ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഒരു സാധനത്തിലേക്ക് നമ്മൾ എത്തിയില്ലല്ലോ. വീഡിയോ ആയിട്ടെന്ന് വെച്ചാൽ അവിടെ ചില സംശയങ്ങളും അതുപോലെ തന്നെ ഉണ്ണിമോളെ പറ്റി അറിയാനുള്ള ആ ഒരു ആകാംക്ഷയും കൊണ്ട് ഉള്ളവരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം. ഉണ്ണിമോളുടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതോ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ? നിങ്ങൾക്ക് ഉണ്ണിമോളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ഉണ്ണിമോളെ പറ്റിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിനായിട്ട് ഉണ്ണിമോളുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ഉണ്ണിമോളെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഉണ്ണിമോളുടെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ണിമോളുടെ ക്യാരക്ടറും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. നമ്മൾ ഏതൊരു ഉണ്ണിമോളുടെ ക്യാരക്ടർ, ഉണ്ണിമോളുടെ ഹെൽത്ത്, ഉണ്ണിമോളുടെ ക്യാരക്ടർ, അതായത് ആ വിഷയത്തിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അതിങ്ങനെ നീണ്ടു പോയി എങ്ങനെ ഇപ്പം അതിനകത്തോട്ടൊന്ന് കയറും, അതാണ് പ്രശ്നം. അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ കൂട്ടല്ലോ, ഞാൻ ഇപ്പോൾ മറന്നുപോയനെ എന്നും പറഞ്ഞിട്ടാണ് ഈ സാധനം അവതരിപ്പിക്കുന്നത്. കേൾക്കാം. അത്രയ്ക്ക് സ്പീഡിലാണ് നമ്മൾ ഉണ്ണിമോള് മുട്ടിലെഴയുന്നത്. നല്ല രീതിക്ക് അവൾ മുട്ടിലെഴയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേസ് ഞാൻ ഉണ്ണിമോളുടെ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. എന്താണെന്നല്ലേ, ഇപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ മറന്നുപോയാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഉണ്ടാകുമ്പോൾ. നമുക്ക് നഷ്ടം ഉണ്ടാവുമോ? അതോ പ്രൊമോഷന് പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുമോ? നമുക്ക് എങ്ങനെ നഷ്ടം ഉണ്ടാകുന്നേ? നമ്മൾ ഇതിപ്പോൾ പറഞ്ഞ് നമ്മൾ കേട്ട് അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്തല്ല, അല്ലെങ്കിൽ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലല്ലേ നമുക്ക് നഷ്ടം വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലാഭമല്ലേ, നിങ്ങൾക്കല്ലേ നഷ്ടം. സ്ക്രിപ്റ്റ് പറയും കേട്ടോ, നമുക്ക് ഇത് കണ്ടില്ലെങ്കിൽ മറന്നു പോയാൽ നമുക്ക് ലാഭമാണ്, വെറുതെ പൈസ കളയണ്ടല്ലോ. എൻ്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ലൈഫിൽ നിൽക്കുമ്പം ഞങ്ങൾ ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിട്ടും മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു.
ആ ടൈമിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ പുറമേ ഒരാൾ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ചില്ല് ചെയ്ത് നടക്കുകയാണ്, അടിപൊളി ലൈഫാണെന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ട് മെന്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആൻസർ കിട്ടുമോ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാതെ വട്ട് പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു സത്യത്തിൽ. ആ ഒരു ടൈമിൽ നമ്മളെ ചുറ്റുമുള്ള എല്ലാവരും വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ നമ്മളെ കയ്യിൽ പൈസ വരുന്നുണ്ട്. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ അസൂയ എന്ന് പറയും. സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്താണെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അവൻ്റെ പൂത്ത കാശാ, അവൻ കാറ് മേടിച്ചു, അവൻ്റെ ഭയങ്കര കാശാ, അവൻ സ്വർണ്ണമോതിരം മേടിച്ചു, എൻ്റെ ഒക്കെ ഭയങ്കര കാശാ, നമ്മുടെ കയ്യിൽ എന്താ വരാത്ത? ഇതിനെയാണ് നമ്മൾ അസൂയ, കണ്ണുകടി, ജലസി എന്നൊക്കെ പറയുന്നത്. ജലസിയാണോ ജലസയാണോ ജലസ് എന്തോ അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്, ബാക്കി കേൾക്കാം. ശരിക്കും അവർക്ക് അസൂയൊന്നും ഇല്ല കേട്ടോ, നല്ല പിള്ളേരാ. പക്ഷെ ആ പൈസ 100 ആവശ്യങ്ങൾക്കായിട്ട് പിന്നെയും പോവാണ്. പൈസ വരുന്നു, പൈസ പോകുന്നു, പൈസ വരുന്നു, പൈസ പോകുന്നു. ഇത് തന്നെയാണ് ഒരു സൈക്കിളിന്റെ വീല് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും തോറും ഞങ്ങൾ നോക്കുമ്പോൾ എന്താ ചുറ്റുമുള്ളവരെല്ലാവരും വളർന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല. ഈ പൈസ എല്ലാം നമ്മുടെ കയ്യിൽ പൈസ വരാൻ വേണ്ടി എടുത്ത പ്രമോച്ചനാ. ഇപ്പം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും അസ്ട്രോട്ടോക്കുകാർ വിളിച്ചിട്ട് മുഴുസേ ഒരു പരസ്യം എടുക്കുമോ, ഇത്ര വരും. പിന്നെന്ത്, നമ്മുടെ പൈസ വരും, പൈസ പോകും. കുറച്ചുകൂടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പോകാമല്ലോ. പൈസ എന്ന് പറഞ്ഞെടുത്ത പ്രൊമോഷനാണോ ഇത്? ഓക്കെ, കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്ന ഒരു 5 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ കയ്യിൽ പൈസ നിൽക്കാതെ പൈസ പൊക്കോണ്ടിരുന്നു ഇങ്ങനെ അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഞങ്ങൾ ലൈഫ് ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു. ആരോട് ചോദിച്ചു ഒരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഞങ്ങൾ നൈബേഴ്സിനോട് ചോദിച്ചു, ഫ്രണ്ട്സിനോട് തിരക്കി, എന്നിട്ട് എന്നും ഒരു കറക്റ്റ് ഒരു ആൻസർ ഞങ്ങൾക്ക് ആരുടെയും സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കറക്റ്റ് ഒരു ആൻസർ കിട്ടിയില്ലായിരുന്നു. ഈ നെയ്ബേഴ്സിനോടും ഫ്രണ്ട്സിനോടും തിരക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നു. അതെങ്ങനെ അവർക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും? അത് നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനകത്തല്ലേ അത് വരത്തുള്ളൂ. ഹലോ ഫ്രണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നേ, പെട്ടെന്ന് എൻ്റെ വണ്ടിയുടെ വീല് പഞ്ചറായി, എന്ത് ചെയ്യണം? നമുക്ക് പൈസ സേവ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നാ പറയും? നീ പഞ്ചറൊന്നും ഒട്ടിക്കണ്ട, ഇന്ന് നടന്നു പൊടി മുത്തേ എന്ന് പറയുമോ? ഒരു ലോജിക്കുള്ള സാധനത്തിൽ കൂടെ വരച്ച് പോകുമായിരുന്നു കേട്ടോ ഈ സ്ക്രിപ്റ്റ്. അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു ദിവസം ഞാൻ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നവരാണ് ആഡ്സ് കണ്ടത്. അപ്പോൾ ഒരു ആപ്പിൻ്റെ ഒരു ആഡ്സ്. അപ്പം നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒത്തിരി ആഡ്സ് ഇങ്ങനെ കാണുമല്ലോ. അപ്പം ബാക്കിയുള്ള ആഡ്സിനെ കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ എനിക്ക് ഒരു ആഡ്സ്. അപ്പോൾ ആഡ്സ് എന്താണെന്നില്ല, ആസ്ട്രോടോക്കിൻ്റെ ഒരു ആഡ്സ് ആണ് ഞാൻ എൻ്റെ ഫോണിൽ കണ്ടത്. അപ്പം ആസ്ട്രോടോക്കിൻ്റെ ആഡ്സ് ആണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആപ്പ്. ഓക്കെ, ആസ്ട്രോടോക്കിൻ്റെ ആപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ശരി. ബാക്കിയുള്ള ആഡ്സിനെ കാട്ടിയും ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക്. എന്നാലും ഒരു 100ൽ 99% എനിക്ക് അതിനുള്ള ഒരു ആൻസർ, ഈ ഒരു പ്രശ്നത്തിനുള്ള ആൻസർ ആസ്ട്രോടോക്ക് വഴി കിട്ടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നമ്മളും അത്ര വിചാരിക്കുന്നുള്ളൂ. ഒരു 99% ഈ സാമാനം ചാറ്റ് ബോട്ടാണ്, അപ്പുറത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കുറേ കാര്യങ്ങൾ തിരിച്ചു പറയും. അത് നടക്കാതിരിക്കാം. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാം. 1% ഒരു ഇതിൽ ഞാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ അതിൽ കയറി എൻ്റെ പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് മെൻ്റലി ഭയങ്കര ഡൗൺ ആണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആസ്ട്രോടോക്കിനോട് പറഞ്ഞു, നിനക്ക് മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ട് നീ ഇപ്പം നേരിടുന്നുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റാണ്, പൈസ വരുന്നുണ്ട് പക്ഷെ നിന്റെ കയ്യിൽ കിട്ടുന്നില്ല. അങ്ങനെ എൻ്റെ പ്രോബ്ലംസ് A to Z ആസ്ട്രോടോക്ക് പറഞ്ഞു തന്നു. വാവ്, ആസ്ട്രോടോക്ക് A to Z പറഞ്ഞു തന്നു. വാവ്, ഇറ്റ് വണ്ടർഫുൾ, ഫാന്റാസ്റ്റിക് തിരുമറി ഈസ് ദാറ്റ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെപ്പോഴാണ് ഒരു ജ്യോതിഷനെ പോയി കാണുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ആസ്ട്രോടോക്കിനെ പിടിക്കുന്നത്? നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉള്ളപ്പോൾ നമ്മുടെ സമയം നല്ലതാണോ അല്ലെങ്കിൽ നല്ലതാകുമോ എന്ന് തിരക്കാൻ അതിനോട് പോയിട്ട് ഞാൻ ഭയങ്കര കില്ലാടി, എൻ്റെ ഇഷ്ടം പോലെ കാശുണ്ട്, എനിക്ക് തൊട്ടുന്നതെല്ലാം പൊന്നാകുന്ന നല്ല സമയം, ആസ്ട്രോടോക്കിൻ്റെ സമയം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമോ? ചോദിക്കത്തില്ല. നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഈ പൊതുവെ കൈനോട്ടക്കാരുടെ അടുത്ത് പോയി നോക്കും, മറ്റേ കിളി ജോത്സ്യക്കാരുടെ പോയി കിളി ജോത്സ്യം നോക്കും. ഇതൊക്കെ ചെയ്യുന്ന പ്രശ്നം വെക്കുന്നവരുടെ അടുത്ത് പോയി മറ്റേ ആ കവടി നിരത്തും. ഇതൊക്കെ എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റാണ്. അതായത് ജനിക്കുന്നു, പഠിക്കുന്നു, കുറേ നാൾ നല്ല കാലം, ഈ പഠിച്ച് തീർന്നതിന് ശേഷം എന്നെ ചെയ്യുന്നു, നേരെ പോയി കോളേജിൽ ചേരുന്നു, വിവാഹം കഴിക്കുന്നു, കുട്ടികളുണ്ടാകുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നു. ഇപ്പോൾ അംബാനിയോട് ചോദിച്ചാലും പിച്ചക്കാരനോട് ചോദിച്ചാലും അവനൊരു പ്രോബ്ലംസ് ഉണ്ടാവും. മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും പ്രോബ്ലംസ് ഉണ്ടായി, ഭയങ്കര ലക്ഷറി ലൈഫ്, കാശ്, അത് ഇത് അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു സാധാരണ അവൻ കറങ്ങി നടക്കും, സുഖ ജീവിതം എന്ന് തോന്നും. അതൊരു മനുഷ്യൻ്റെ ബേസിക് നേച്ചറാണ്. ഏത് മനുഷ്യനോട് എപ്പോൾ ചോദിച്ചാലും അവന് ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടാവും.
ഇതാണ് ബേസിക്കലി ഈ അസ്ട്രോടോക്ക് ഒക്കെ സെല്ല് ചെയ്യുന്നത്. ബാക്കിയും കൂടെ കേട്ടിട്ട് ഞാൻ അസ്ട്രോടോക്കിൻ്റെ കാര്യങ്ങൾ പറയാട്ടോ. ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടാവത്തില്ല എന്ന് എനിക്കൊരു ഉറപ്പ് ആസ്ട്രോക്കിൽ നിന്ന് കിട്ടി. അപ്പം ആസ്ട്രോടോക്കിൽ നിന്ന് ഇനി ഒന്നും ഉണ്ടാവത്തില്ലെന്ന് ഉറപ്പ് കിട്ടി. എങ്ങനെയാ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തന്നോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആസ്ട്രോടോക്കുമായിട്ട് ചാറ്റ് ചെയ്ത് ആസ്ട്രോടോക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞ ആ ദിവസത്തിൽ, അതായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അന്നോ അതിന് മുമ്പത്തെ ദിവസം, ഇന്നത്തെ ദിവസം വേണ്ട, ഇനിയിപ്പോൾ ചെയ്യും, ഇതിന് മുമ്പത്തെ ദിവസത്തിൽ ചാറ്റ് ചെയ്ത ആസ്ട്രോടോക്കിൻ്റെ ചാറ്റ് ഒന്ന് കാണിക്കാൻ ഉള്ള ധൈര്യം ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുമോ? എന്താ പ്രശ്നം കാണിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഹൈഡ് ചെയ്ത് കാണിച്ചാൽ മതി, ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, വെല്ലുവിളിയാണേ. അതിന് ശേഷമാണ് സത്യത്തിൽ ഞാൻ മനസ്സുകൊണ്ടൊന്ന് ആശ്വസിച്ചത്, ദൈവമേ എന്ന് വിളിച്ചൊന്ന് ആശ്വസിച്ചത് അപ്പോഴാട്ടോ. അപ്പം ചാറ്റ് ബോട്ടിനോട് ചോദിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറേ സാധനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ താങ്ക് യു ഗോഡ്, നന്ദി ദൈവത്തിന്, പറഞ്ഞു എന്ന് പണിയെടുത്തത് പാവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI. കൊള്ളാം. ഇതിൽ നിന്നും കിട്ടാത്ത ഒരു ആശ്വാസവും ഒരു ഉറപ്പും എനിക്ക് അസ്ട്രോക്കിൽ നിന്ന് കിട്ടി. അപ്പം നിങ്ങളുടെയും ഫാമിലി ലൈഫിലാവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവട്ടെ, എന്തിലും നിങ്ങൾക്ക് അസ്ട്രോക്ക് വലിയ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം എങ്ങനെ ഹെൽപ്പ് ചെയ്യും? അതായത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു പ്രണയ നൈരാശ്യത്തിലാണ്, ബ്രേക്കപ്പായി. ആസ്ട്രോടോക്ക് എടുക്കുന്നു, ആസ്ട്രോടോക്കിനോട് ചോദിക്കുന്നു, ആസ്ട്രോടോക്ക് പറയുന്നു എറ പൈസ എന്ന് പറഞ്ഞുതരാന്ന്. പൈസ കൊടുക്കുന്നു, ഫസ്റ്റ് ചാറ്റ് കഴിഞ്ഞു, 20 രൂപ എറാന്ന് പറഞ്ഞു, 20 രൂപ കൊടുക്കുന്നു, 2 സെൻറ്റൻസ് പറഞ്ഞു, വീണ്ടും 20 രൂപ എറാന്ന് പറഞ്ഞു, വീണ്ടും 20 രൂപ കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മനസ്സുഖം കിട്ടും. ഏതാ? പൈസ പോയതിൻ്റെ അത്രയും വിഷമം വന്നില്ലല്ലോ ലവള് തേച്ചിട്ട് പോയപ്പോൾ. അതാണോ കിട്ടുന്ന സുഖം, മനസ്സുഖം? അതിനൊരു ഉദാഹരണം തന്നെയാണ് സത്യത്തിൽ ഞാൻ കേട്ടോ. എൻ്റെ ലൈഫിൽ അസ്ട്രോക്ക് എനിക്ക് ആ തന്ന ഭാഗം കുറച്ച് സിമ്പിൾ റെമഡീസും ഒക്കെ എന്താ, അതൊക്കെ ഒരു എനിക്ക് വലിയൊരു കാര്യമാണ്. അത് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. കാരണം ആ ഒരു ടൈമിൽ ഞാൻ അനുഭവിച്ചത് ഇപ്പോൾ എൻ്റെ ലൈഫിലൂടെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആസ്ട്രോടോക്ക് പറഞ്ഞിരുന്നു ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ കുറേ എണ്ണം എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും പ്രശ്നത്തിലാവുമെന്ന് ആസ്ട്രോടോക്ക് പറഞ്ഞു തന്നിരുന്നു. അറിയത്തില്ല. ബേസിക്കലി ഈ ആസ്ട്രോടോക്ക് എന്നൊക്കെ പറയുന്നത്, ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് ഒരു വിശ്വാസമാണ്. രാഹു, കേതു, ചന്ദ്രൻ, ബുധൻ, ചൊവ്വ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഒക്കെ വെച്ചിട്ട് ഒരു ടെംപ്ലേറ്റാണ്. ഇതെല്ലാം ഒരു ടെംപ്ലേറ്റാണ്. മനുഷ്യൻ്റെ ജീവിതം തന്നെ ഒരു ടെംപ്ലേറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് പ്രകാരം ഇന്ന രാശിയിൽ ജനിച്ചവർക്ക് ഇന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബേസിക്കലി നിങ്ങൾ ആരോട് പോയി ചോദിച്ചാലും, എത്ര സന്തോഷവാനായ മനുഷ്യനോട് ചോദിച്ചാലും അവനും കുറേ വിഷമങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ എപ്പോഴും മനുഷ്യന് വിഷമമാണ്. ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വിഷമങ്ങളാണ്. എസ്പെഷ്യലി നമ്മൾ പോയി നമ്മുടെ സമയം നല്ലതാണോ, ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മുമ്പോട്ടുള്ള യാത്ര മുട്ടി നിൽക്കുന്ന വേളയിലാണ് നമ്മൾ പോയി ഈ ആസ്ട്രോടോക്കും കൂസ്ട്രോടോക്കും ഒക്കെ നോക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇനി ഈ ആസ്ട്രോടോക്കിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആദ്യം ഇതാണ് ആസ്ട്രോടോക്കിൻ്റെ CEO കം ഫൗണ്ടർ. ഇവൻ്റെ പേരിന് പുനീത് ഗുപ്ത. ഈ പുള്ളിക്കാരാണ് ആസ്ട്രോടോക്കിൻ്റെ ഉടമ. ഈ പുള്ളീനെ കുറിച്ചിട്ട് ഉള്ളൊരു ചെറുകഥ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഇതാരാന്ന് അറിയോ നോക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടർമാരുടെ ഇൻസ്പയറിംഗ് ആൻഡ് ക്രിഞ്ച് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റോറി ഞാൻ പറയാം. അപർണ ബാലമുരളി തൊട്ട് അനുശ്രീ വരെ, ഹിന്ദിയിലാണെങ്കിൽ രൺബീർ തൊട്ട് ശ്രദ്ധ കപൂർ വരെ എല്ലാവരും ഡെയിലി ഒരു പുതിയ സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആസ്ട്രോടോക്കിൻ്റെ ഫൗണ്ടറായിട്ടുള്ള പുനീത് ഗുപ്തയാണ്. അയാളുടെ സ്റ്റോറി ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ അയാളുടെ ലിങ്ക്ഡിൻ പോയി നോക്കിയപ്പോൾ അവിടുന്ന് ഒരു വെറുതെ പറയണല്ലോ, അവിടുന്ന് വായിച്ചൊരു സാധനമാണ്. ഇയാളൊരു മിഡിൽ ക്ലാസ് ബോയ് ആണ്. ഇയാൾക്ക് ഒരു അപ്പർ മിഡിൽ ക്ലാസ് പെൺകുട്ടിയുമായിട്ട് പ്രേമം ഉണ്ടാവുന്നു. 9 to 5 ജോബുള്ള ഒരു സാധാരണക്കാരൻ. പക്ഷേ ഇവർ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ കാലിൽ ഒരു കാർ വന്ന് ചെളിയെറിപ്പിച്ചു. അപ്പോൾ ഇവൾ ഭയങ്കര ചൂടായി. ഞാൻ ബെൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, എനിക്ക് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഇവൻച്വലി ബ്രേക്കപ്പ് ആവുകയാണ്. സോ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന് മനസ്സിലാക്കിയിട്ട് പുനീത് ഗുപ്ത തുടങ്ങിയിട്ടുള്ള, പൈസ ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഏറ്റവും നല്ല മാർഗ്ഗം ആസ്ട്രോളജി വിൽക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് പുനീത് ഗുപ്ത തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ആസ്ട്രോടോക്ക് എന്ന് പറഞ്ഞാൽ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള എന്താ, നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരാണ്. ഈ നാട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ പേര് ഹിന്ദു, കുറേ പേര് ക്രിസ്ത്യൻ, കുറേ പേര് മുസ്ലിം, ഇതല്ലാതെ നിരീശ്വരവാദികൾ, ഇങ്ങനെ പലതരം മതവിശ്വാസങ്ങളുള്ള ആളുകളും മതത്തോട് വിശ്വാസമേ ഇല്ലാത്ത ആളുകളുമാണുള്ളത്. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങണം, അപ്പോൾ നമ്മൾ ഫിസിക്കലി പൈസ കൊടുത്തിട്ട് ഒരു സാധനം മേടിക്കുന്നു. ഈ മതത്തിൻ്റെ അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടും, വഴിപാട്, ഹോമം വേണം എന്നൊക്കെ പറയുന്ന കുറേ ഉഡായിപ്പ് സ്വാമിമാരുണ്ട്. റിയലായിട്ട് ഈ സാധനങ്ങളൊക്കെ വളരെ സത്യസന്ധമായിട്ട് അവരുടെ വിശ്വാസപ്രകാരം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരുത്തം വന്നിട്ട്, അയ്യോ ഇതിൻ്റെ ഗ്രഹനില ഭയങ്കര തെറ്റാട്ടോ, ഈ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു കാണുമല്ലോ, ഓഫ്കോഴ്സ് ആ വീട്ടിൽ എന്തെങ്കിലും ഒരു മരണം സംഭവിച്ചു കാണും. അങ്ങനെ പറഞ്ഞിട്ട് ഇതൊരു ഭയങ്കര ഭീതി പടർത്താം നമുക്കുള്ളിൽ. ഭീതി പടർത്തി ഇത് മാറണമെങ്കിൽ ഉണ്ടല്ലോ, ഇതൊരു മറ്റേ ഏലസ് എടുത്ത് അരയെ കെട്ടി ഒഴുകുന്ന വെള്ളത്തിൽ ഇത് 101 മന്ത്രം ചൊല്ലി എറിഞ്ഞു കളയണം എന്നൊക്കെ പറയും.
അത് നിങ്ങൾക്ക് പറ്റത്തില്ല, പൈസ നമ്മൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതുപോലെ ചെയ്യും. നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റുന്നൊരു സാധനമാണ് വിശ്വാസം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, നല്ല ആൾക്കാരും ഉണ്ട്. ഈ ആസ്ട്രോടോക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി AI ആണ്. ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഫീഡ് ചെയ്തേക്കുന്ന കുറേ സാധനങ്ങൾ ഇത് പറയും. നിങ്ങൾ ഈ ആസ്ട്രോടോക്കിനോട് ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് എൻ്റെ നാളിതാണ്, ഞാൻ ജനിച്ച വർഷം ഇതാണ് എന്ന് നിങ്ങൾ ChatGPT ചോദിച്ചാൽ അത് പറഞ്ഞു തരും. പിന്നെ എന്തിനാണ് ഈ ആസ്ട്രോടോക്ക്? നിങ്ങളുടെ കയ്യോടെ ഒരു പടം എടുത്തിട്ട് ChatGPT കിട്ടുകൊടുത്താൽ ChatGPT പറഞ്ഞു തരും. നിങ്ങളുടെ കൈ കാര്യം നിങ്ങൾ 19-ാം വയസ്സിൽ ചത്തു എന്ന് പറയും. ആ 19-ാം വയസ്സിൽ ചത്തു എന്ന് പറയുന്നത് നമ്മളിത് 30-ാമത്തെ വയസ്സിൽ ഇരുന്ന് ChatGPTയിൽ കേൾക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം. ആ കേൾക്കാം. അയാൾ ആദ്യം ഒരു IT സർവീസ് കമ്പനി നടത്തി, അത് പൂട്ടിപ്പോയി. അത് പൂട്ടും എന്ന് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇതൊരു കോവർക്കർ പറഞ്ഞിരുന്നു ഇത്രയും ആസ്ട്രോളജി നോക്കിയിട്ട്. അങ്ങനെയാണ് ഇയാൾ ആസ്ട്രോടോക്കിലേക്ക് എത്തുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. ബേസിക്കലി പൈസ ഉണ്ടാക്കാൻ ഇത്രയും നല്ല സാധനം വേറെ ഇല്ലാതെ മനസ്സിലാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇയാൾക്ക് ആസ്ട്രോളജിയുമായിട്ട് കുടുംബപരമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. മൂലക്കുരുവിന് ചികിത്സിക്കുന്ന ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് അതൊരു മൂലക്കുരുവിനെ ചികിത്സിക്കുന്ന അപ്പൂപ്പൻ. ഓക്കെ, ഇതാണ് ആസ്ട്രോടോക്കിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഒരുത്തൻ പൈസ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയൊരു ആപ്പ്. ഈ ആപ്പിനകത്ത് വിൽക്കുന്നത് മനുഷ്യൻ്റെ വിശ്വാസം, മനുഷ്യൻ്റെ പേടി, മനുഷ്യൻ്റെ നന്മ വരുമെന്നുള്ള പ്രതീക്ഷ, ഇതൊക്കെയാണ് വിൽക്കണത്. ഇത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനാ അവർക്ക് പൈസ കിട്ടും. അവർ പറയുന്നത് ഞങ്ങളുടെ ജോബാണ്, ഞങ്ങളത് എൻഡോസ് ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കൈ കഴുകും. ഇതിനകത്ത് പോയി വീഴുന്നതല്ല. ഓൾറെഡി കാശില്ലാതെ സാമ്പത്തിക പ്രശ്നത്തിലുള്ള നിരവധി ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തി എൻ്റെ സമയം നന്നാകുമോ, ഇതിനുള്ള പരിഹാരം എന്താണ്, പ്രതിവിധികൾ എന്താണെന്ന് നോക്കിയിട്ട് ഈ ആസ്ട്രോടോക്ക് ആപ്പിനകത്തോട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ ചോദിക്കുന്ന പൈസ ഇട്ട് നമ്മുടെ ഇങ്ങനെ പൈസ പൊയ്ക്കൊണ്ടേയിരിക്കും. പോയി അവന്മാരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മളിത് ആദ്യം കുറച്ച് പറയും, പിന്നെ പൈസ കൊടുക്കും, പിന്നെ കുറച്ച് പറയും, പിന്നെ പൈസ കൊടുക്കും. ഇങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും, അവർ മേടിച്ചുകൊണ്ടിരിക്കും. ഈ ആസ്ട്രോടോക്കിനകത്തോടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സമയം അവർക്ക് അവരുടെ നല്ല സമയം, നമ്മുടെ ചീത്ത സമയമാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും കൂടെ പോകും. ഇതാണ് ബേസിക്കലി ഇതിൻ്റെ സാധനം. ഇനി മറ്റൊരു കാര്യം പറയാം. ഈ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന ഒരിക്കലും തെറ്റല്ല, നിങ്ങൾക്ക് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാം. പക്ഷെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ നിങ്ങളെ കാണുന്ന ഓഡിയൻസിന് അത് ഗുണമാവണം, അല്ലെങ്കിൽ ആ ഓഡിയൻസിനെ പറ്റിക്കാൻ പാടില്ല. ഇപ്പോൾ 1,24,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് ഈ അനാമിക വിഷ്ണു, അല്ലെങ്കിൽ വിഷ്ണു അനാമിക, പേര് തിരിഞ്ഞുവെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ചാനൽ, ആ ചാനലിനകത്തൂടെ ഇവർ ഉണ്ണിക്കുട്ടിയോ ഇവരുടെ മകളുടെ കാര്യം അറിയിക്കാനായിട്ടാണ് വന്നത്. അവരെ വിശ്വസിച്ച് ആ സാധനം കാണുന്ന പല ആളുകൾക്കും അത് ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇവരോടുള്ള വിശ്വാസപ്രകാരം അത് ഇൻസ്റ്റാൾ ചെയ്യും. നമ്മുടെ അനാമിക പറഞ്ഞില്ലയോ, നമ്മുടെ കൊച്ചു പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യും. പൈസ പോകും. അവർക്ക് അതുകൊണ്ട് സാമ്പത്തിക ലാഭവും ചിക്കലും കിട്ടും, നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടം വരും. സോ ഓഡിയൻസിനെ, സബ്സ്ക്രൈബേഴ്സിനെ, നിങ്ങളെ വളർത്താൻ നിങ്ങൾക്ക് വളമായ സബ്സ്ക്രൈബേഴ്സിനെ മുതലെടുക്കരുത് സജി. നമുക്കിനി ഈ ആസ്ട്രോടോക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇത് എന്താ അതിനകത്ത് കയറുമ്പോൾ എന്താ കിട്ടുന്ന പരിപാടി എന്ന് പറയണ്ടേ, അതൊന്ന് കാണാം. ഞാൻ ഇന്ന് ആസ്ട്രോടോക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഡെയിലി ഞാൻ ഇതിന്റെ ആഡ് കാണാറുണ്ട്. അപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ട്രൈ ചെയ്ത് നോക്കാന്ന്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തപ്പോൾ നമുക്ക് 2 മിനിറ്റ് മാത്രമാണ് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഈ 2 മിനിറ്റുള്ള എന്തൊക്കെ സംഭവിക്കുന്നത് കാണിച്ചത്. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സമയം, സ്ഥലം, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രീ ചാറ്റിന്റെ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആസ്ട്രോളജറുമായിട്ട് സംസാരിക്കുന്ന ചാറ്റ് ബോക്സ് ഓപ്പൺ ആയി. എനിക്ക് വന്നത് ഇതുപോലത്തെ ശ്രീലക്ഷ്മി ഉണ്ണിത്താൻ എന്ന് പറഞ്ഞൊരു ആസ്ട്രോളജർ ആണ്. ഈ ഫോട്ടോയിൽ കാണിക്കുന്നതല്ല. ഈ ശ്രീലക്ഷ്മി ഉണ്ണിത്താൻ ശരിക്കും റിയൽ ആണോ? നിങ്ങൾക്ക് ശരിക്കും ഈ പറയുന്ന ആസ്ട്രോളജിയിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യണമെന്ന് അറിയോ, ശരിക്കും ഒരു ജ്യോതിഷനെ പോയി കാണണം. അപ്പോൾ നിങ്ങൾക്കൊന്നുമില്ല ഫിസിക്കലി കാണാം, ഇയാളെ നേരിട്ട് കാണാം, ഇയാൾ പറയുന്നത് ശരിയാണോ എന്നറിയാം. അടുത്ത ദിവസം തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോയി കുത്തിന് പിടിക്കാൻ പറ്റത്തില്ല, മറ്റേ സാധനം ഇടുമെന്ന് അറിയത്തില്ല. ഫ്രോഡാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, ഒരു മനുഷ്യനാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും. ഇതൊരു ആപ്പിനോട് പൈസ കൊടുത്തിട്ട് പറയിക്കുന്നത്. നിങ്ങളൊരു മനുഷ്യനെ പോയി കാണൂ, അത് ഫ്രോഡാവട്ടെ റിയൽ ആവട്ടെ, അവന് ഉപജീവനത്തിനുള്ളൊരു മാർഗ്ഗമെങ്കിലും ആവുമല്ലോ. ഇത് പക്കാ പറ്റിയൊരു സാധനം ഈ ആസ്ട്രോടോക്ക് എന്നൊക്കെ പറയുന്നത്. പിന്നെ നിങ്ങളൊരു ലോട്ടറി എടുക്കുന്ന പോലെ ഒരു ഫൺ പരിപാടിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, സൂപ്പർ സാധനം. ഇതിന്റെ ഫ്രണ്ടാണ്. മറ്റേ അതിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഡെമോയ്ക്ക് വേണ്ടി വേഷം കിട്ടുക. 2 മിനിറ്റാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. മുകളിൽ ഇങ്ങനെ ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടേ. ആദ്യം നമ്മളുടെ അടുത്ത് എന്താണ് അറിയേണ്ടത് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിന്ത തുടങ്ങും, അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ 2 മിനിറ്റിൽ 1.5 മിനിറ്റും പുള്ളിക്കാരി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കും. എന്നിട്ട് അവസാനത്തെ 15 മിനിറ്റ് ആവുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒക്കെ ഒരു കറുത്ത മറുക് ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന്. നിങ്ങളുടെ ജാതകം കിട്ടിലോ ആണ്, പക്ഷെ ഒരു വലിയ പ്രശ്നം സംഭവിക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ അയ്യോ എന്താണ്. അപ്പോൾ നമ്മൾ ഈ നിങ്ങൾക്ക് മകൻ കോടീശ്വരനകത്ത് മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നെഞ്ചത്ത് ഇങ്ങനെ ടപ് ടപ് എന്താ പ്രശ്നം പ്രശ്നം പറ എന്നുള്ള ഒരു സാധനത്തിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ വാവ് നിങ്ങളുടെ ജാതകത്തിൽ ഒരു അത്ഭുതകരമായ സാധനം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ എന്നൊരു സാധനം ഇട്ടുതരും. എന്താ ഈ അത്ഭുതകരമായ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂരിയോസിറ്റി അടിക്കും.
ക്യൂരിയോസിറ്റി അടിച്ചിട്ട് അത്ഭുതം അറിയണമല്ലോ, അല്ലെങ്കിൽ പ്രശ്നം അറിയണമല്ലോ, നമ്മൾ പൈസ കൊടുക്കും. അതാണ് അവരുടെ ലാഭം. 2 മിനിറ്റ് ഫ്രീ, പക്ഷെ 2 മിനിറ്റ് 2 ഡയലോഗ് പറയത്തുള്ളൂ, ബാക്കി പൈസ കൊടുക്കണം. ആ പൈസ തീരാൻ വേണ്ടി പിന്നെ കുറേ നേരം ആലോചിച്ച് വേണ്ട പറയാൻ. പ്രശ്നം ഇപ്പൊ പുള്ളിക്കാരി പറയും, അയ്യോ സോറി, ഫ്രീ ആയിട്ടുള്ള സംഭവമൊക്കെ തീർന്നു, 20 രൂപ തരാമെങ്കിൽ പറയാവും. എന്നിട്ട് അതിന്റെ ഒപ്പം ഒരു വോയിസും കൂടെ അയക്കും. Yes, I have noticed something very interesting in your horoscope. പിന്നെ എന്റെ അടുത്ത് കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും, 28 വയസ്സാവുമ്പോൾ എനിക്ക് ലവ് മാരേജ് ആവും. അതെന്തായാലും കാര്യമായി, കാരണം ഈ ആസ്ട്രോടാക്ക് ആപ്പ് എടുത്തിട്ട് റിവ്യൂ ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എന്റെ ഹസ്ബൻഡ് ആയിരുന്നു. പുള്ളിക്ക് എന്തായാലും സന്തോഷമായി. അത് കൊള്ളാം. 28-ാം വയസ്സിൽ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു അത് ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത് അവരുടെ ഹസ്ബൻഡാണ്. ബേസിക്കലി ഇത്തരം സാധനങ്ങളെല്ലാം ഒരു പരിധി വരെ നിങ്ങളുടെ വിശ്വാസത്തെ വിൽക്കുന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം, യാതൊരു തടസ്സമില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പച്ചയ്ക്ക് പറ്റിക്കുന്നൊരു പരിപാടി തന്നെയാണ്. ഈ നമ്മളെ എൻ്റെ ജാതകത്തിൽ 18-ാം വയസ്സിൽ എനിക്ക് കല്യാണം നടക്കുമെന്നാണെങ്കിൽ ഞാൻ തീരുമാനിക്കുകയാണ് 18-ാം വയസ്സിൽ തല പോയാലും ഞാൻ കെട്ടത്തില്ലെന്ന്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യും? എനിക്ക് ആ പരിപാടി മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ബേസിക്കലി നമ്മുടെ ഡിസിഷൻസ് കൊണ്ട് നടക്കുന്ന ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഈ പറയുന്ന ഈ ജ്യോതിഷം അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പോകുന്ന ഫ്യൂച്ചർ പ്രവചനം, ഇതൊക്കെ ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ അന്ധമായി ഇതിനകത്ത് വിശ്വസിച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം, പിന്നെ ശാരീരിക നഷ്ടം, ഇങ്ങനെ കുറേ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം ഒരു പരിധിക്ക് വിശ്വസിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് ഒരു ലോട്ടറിയൊക്കെ എടുക്കുന്ന ഒരു സാധനത്തിൽ നിങ്ങൾക്ക് കുറച്ചൊരു സന്തോഷം, ഒരു മനസ്സും കിട്ടണമെന്നുണ്ടെങ്കിൽ അടിച്ച് സെറ്റ് ചെയ്യും. നിങ്ങൾ ഈ സാധനമൊക്കെ നിങ്ങളുടെ നാളും ജാതകം എടുത്ത് ChatGPT ചോദിക്കണേ, അവൻ പറഞ്ഞൊരു സാധനം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തു. മറ്റൊരു കാണുന്നവരെ.